UPSC പ്രിലിംസ് 2026 ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണണം. അടുത്ത 6 മാസത്തേക്കുള്ള ഡീറ്റെയിൽ സ്ട്രാറ്റജി ഒരു ആസ്പിരന്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വളരെ ബ്രീഫ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുകയും ചെയ്യും, ഏത് റൈറ്റ് സ്റ്റെപ്സ് ഒക്കെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. സോ നമുക്ക് ഒരുപാട് സമയം കളയാതെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ 6 months പ്രിലിം സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആൻജിയോ ലേണിംഗിന്റെ UPSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് ഈ 6 മാസം നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്? ഡിസംബർ മുതൽ നമ്മൾ എന്തിന് സ്റ്റാർട്ട് ചെയ്യണം പ്രിലിംസിന് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തായിരുന്നു. ഒരു 3 months ഒക്കെയാണ് പ്രിലിംസിന് വേണ്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് നൗ നമുക്ക് ഒരു 6 months എങ്കിലും പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഡിസംബർ മുതലാണ് എന്ത് ചെയ്യുന്നത്, പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറ്റേൺ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്, ഇപ്പൊ 2023 24 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ വെച്ച് നോക്കുമ്പോൾ പാറ്റേൺ ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ബിക്കംസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ക്വാളിഫൈ ദ പ്രിലിമിനറി എക്സാമിനേഷൻ ആസ് ഓഫ് നൗ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ബേസ് ഒക്കെ ബിൽഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 months നമുക്കൊരു ടൈം ആയിട്ട് പറയുന്നത്. അതുപോലെ ഇത് എന്താണ്, ഇറ്റ്സ് നോട്ട് എ നോർമൽ എക്സാം അല്ലെ. ഇതിപ്പോ നമ്മുടെ ഒരു സാധാരണ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല. ഇതൊരു നോർമൽ എക്സാം അല്ല. ഇതിനൊരു റൈറ്റ് അപ്രോച്ച്, ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റ് ഒക്കെ ആവശ്യമാണ്. സോ അതുകൊണ്ട് വീൽ സ്റ്റാർട്ട് ഏർലി. അതുപോലെ തന്നെ CSAT ഈസ് ബിക്കമിങ് എ ക്വൈറ്റ് ഡിഫിക്കൽട്ട് അല്ലെ. നേരത്തെ നമുക്ക് CSAT ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമായിരുന്നില്ല. ബട്ട് നൗ CSATന് കുറച്ച് അധികം പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്, സിൻസ് അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയി വരുന്നത് കൊണ്ട്. ഇപ്പൊ 2023 CSAT നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ചലഞ്ചസ്. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഡിസംബറിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഫേസ് ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി പ്രിലിംസിന് മാത്രമല്ല പഠിക്കേണ്ടത്, യു ക്യാൻ ഓൾസോ ഇന്റഗ്രേറ്റ് യുവർ മെയിൻസ് പ്രിപ്പറേഷൻ. ഡിസംബറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസംബറിൽ യു ക്യാൻ ബാലൻസ് ബോത്ത് മെയിൻസ് ആൻഡ് പ്രിലിംസ് പ്രിപ്പറേഷൻ സൈമൾട്ടേനിയസ്ലി. ആൻഡ് ഇവിടെ നിങ്ങളൊരു സിംഗിൾ സബ്ജക്ട് എടുക്കുക. അതായത് ഇവിടെ സിംഗിൾ സബ്ജക്ട് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരിക്കണം ഡിസംബറിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ വീക്ക് സബ്ജക്ട് എന്ന് പറയുന്നത് എക്കണോമിയാണ്, ഇന്ത്യൻ എക്കണോമിയാണ്. സോ ഡിസംബറിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഡിസംബറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ എക്കണോമി മാത്രമാണ് നിങ്ങൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കവർ ചെയ്യേണ്ടത് ആ ഒരു 1 month ടൈമിൽ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് GS3 മെയിൻസിലെ GS3യും കൂടെ പഠിക്കാമല്ലേ. അതിൽ ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ, അതുപോലെ ഇന്റേണൽ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ GS3യും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈമൾട്ടേനിയസ്ലി കവർ ചെയ്യാം. പക്ഷെ ദ പോയിന്റ് ഹിയർ ഈസ് നിങ്ങൾ ഡിസംബറിൽ ഒരു സബ്ജക്റ്റിൽ മാത്രം എന്ത് ചെയ്യാം, പ്രിലിംസ് ഫോക്കസിൽ ഇത് ചെയ്യാന്നുള്ളതാണ്, പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ്. അതിന് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, തറോ കവറേജ് ചെയ്യുക, സ്ട്രോങ് ബേസ് ബിൽഡ് ചെയ്യുക ത്രൂ NCERT റീഡിങ്സ് ആൻഡ് ഓൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ജനുവരി ടു മാർച്ച് ആണ്. ഇതിന് നമ്മൾ വിളിക്കുന്നത് ആക്സിലറേഷൻ ഫേസ് എന്നാണ്. സോ ഫൗണ്ടേഷൻ ഫേസ് നമ്മുടെ കഴിഞ്ഞു ഡിസംബർ, അതിനുശേഷം വി ആർ മൂവിങ് ടു ജനുവരി. ഇവിടെ നമുക്ക് എന്താണ്, ആക്സിലറേഷൻ ഫേസ് ആണുള്ളത്. ഇവിടെ ജനുവരിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 സബ്ജക്ട് കവർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 2 സബ്ജക്ട്സ് നിങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് മോഡേൺ ഹിസ്റ്ററി ആൻഡ് എൻവയോൺമെന്റ്. സോ ജനുവരിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 സബ്ജക്ട്സ് കവർ ചെയ്യാന്നുള്ളതാണ്. ഫെബ്രുവരിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 സബ്ജക്ട്സ് കവർ ചെയ്യണം. മാർച്ചിലും ഫൈനൽ 2 സബ്ജക്ട്സ് കവർ ചെയ്യുക. സോ നിങ്ങളുടെ എന്ത് ചെയ്യാം, ഓൾ സബ്ജക്ട്സ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഡിസംബറിൽ നമ്മൾ ഒരു സബ്ജക്ട് പഠിച്ചു, അതിനുശേഷം ജനുവരിയിൽ 2 സബ്ജക്ട്, ഫെബ്രുവരിയിൽ 2 സബ്ജക്ട്, മാർച്ചിൽ 2 സബ്ജക്ട് വീതം പഠിച്ചു. ഇവിടെയൊക്കെ അതായത് ജനുവരി ടു മാർച്ചിലൊക്കെ നമ്മൾ മെയിൻസ് പഠിക്കുന്നേ ഇല്ല. നമ്മൾ ജനുവരി ടു മാർച്ചിൽ പ്രിലിംസ് മാത്രമാണ് പഠിക്കുന്നത്. ഡിസംബറിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്തത്, മെയിൻസും പ്രിലിംസും കൂടെ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ മെയ് ടൈം പീരീഡ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് റിവിഷൻ സ്പ്രിന്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു പീരീഡിനെ നമ്മൾ റിവിഷൻ സ്പ്രിന്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ മെയ് 24 തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. സോ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏപ്രിൽ ഫുൾ മന്തും മെയ് 23 തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനിൽ ഫോക്കസ് ചെയ്യാം. ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോർ സബ്ജക്ട്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. കോർ സബ്ജക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം റിവൈസ് ചെയ്യുക. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെയാണ് കോർ സബ്ജക്ട്സ്,
പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, മോഡേൺ ഹിസ്റ്ററി, എൻവയോൺമെന്റ്, ഇത്തരത്തിലുള്ള കോർ സബ്ജക്ട്സ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതിനുശേഷം കോർ സബ്ജക്ട്സ് അല്ലാത്ത സബ്ജക്ട്സുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഏൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾ അവസാനത്തേക്ക് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക് സബ്ജക്റ്റിന് ഫോക്കസ് കൊടുക്കുക, നിങ്ങളുടെ വൾണറബിലിറ്റീസിനെ അഡ്രസ് ചെയ്യുക. അതും ഈ സമയത്ത് ഒരു റിവിഷൻ ഫേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് മുന്നേയും ചെയ്യണം, റിവിഷൻ ഫേസിൽ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഈ വീക്ക് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുക, അതിന് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടി ഈ റിവിഷൻ ഫേസിൽ ശ്രദ്ധിക്കണം. ഇവിടെ ഈ റിവിഷൻ ഫേസിൽ നമ്മൾ എന്തും കൂടി റിവൈസ് ചെയ്യണം, കറന്റ് അഫയേഴ്സ് കൂടി റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കണം. കറന്റ് അഫയേഴ്സ് റിവൈസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഡെയിലി 1.5 മണിക്കൂറെങ്കിലും നമ്മൾ കറന്റ് അഫയേഴ്സ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ 3 ഫേസിലായിട്ട് വേണം നിങ്ങളുടെ അടുത്ത 6 മന്ത്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ പ്രിലിംസിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ. സോ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 8 to 9 hours ഒക്കെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ അനുസരിച്ച് 8 to 9 hours ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ 5 hours നമ്മളൊരു കോർ സബ്ജക്ട് മാസ്റ്ററിക്ക് വേണ്ടിയിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. അതായത് നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂറാണ്, 8 മണിക്കൂറിൽ നിങ്ങളുടെ 5 മണിക്കൂർ എന്ന് പറയുന്നത് എന്തിനു വേണം, കോർ സബ്ജക്ട്. കോർ സബ്ജക്ട് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റി, ഹിസ്റ്ററി, അല്ലെങ്കിൽ ജോഗ്രഫി, എക്കണോമി, ഇതൊക്കെയാണ് മെയിൻ സബ്ജക്ട്സുകൾ അല്ലെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ സബ്ജക്ട്, കോർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 5 hours ഡെയിലി മാറ്റി വെക്കുക. ഇനിയിപ്പോ ചില ആൾക്കാർക്ക് ഒരു സബ്ജക്ട് തന്നെ 5 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ ബോറടിക്കും. ഇൻ ദാറ്റ് സിറ്റുവേഷൻ യു ക്യാൻ കമ്പൈൻ 2 subjects അല്ലെ, അതായത് പൊളിറ്റി പ്ലസ് ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ് പ്ലസ് ഹിസ്റ്ററി, ഇങ്ങനെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് ബോറടിക്കാത്ത രീതിയിലും പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ ഡെയിലി പഠിക്കുക. കറന്റ് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം അല്ലെ, ന്യൂസ് പേപ്പർ എന്തായാലും വായിക്കണം. അതുപോലെ നിങ്ങൾ കറന്റ് അഫയേഴ്സിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാഗസിൻസ് എന്തെങ്കിലും ആണോ, നിങ്ങളുടെ റിസോഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, 1.5 മണിക്കൂർ നമ്മൾ ടെസ്റ്റിനും PYQനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. സ്മോൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതിന്റെ അനാലിസിസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ജസ്റ്റ് ടെസ്റ്റ് എഴുതി അതിന്റെ ആൻസർ ചെക്ക് ചെയ്തു ശരി തെറ്റെന്ന് പറയാതെ അതിനെന്ത് ചെയ്യുക, അത് നിങ്ങൾ അനാലിസിസിലും കൂടെ വിധേയമാക്കുക. നിങ്ങൾ എന്തുകൊണ്ട് ശരിയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റിപ്പോയി, അതിന്റെ റീസൺസ് കണ്ടെത്തി അതിനെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുക. സോ ടെസ്റ്റ് ആൻഡ് PYQനും നിങ്ങൾ ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കണം. ദെൻ CSAT നിങ്ങളുടെ നോർമൽ, നിങ്ങൾക്കൊരു മാത്സ് ഒക്കെ ഒരു ഡീസന്റ് സ്കോർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ CSAT വീക്കെൻഡിൽ മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, വീക്കെൻഡ് സെഷൻസിൽ മാത്രം പഠിക്കുക, ശനി ഞായറും മാത്രം പഠിക്കുക. അതല്ല നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് CSAT ആവശ്യമാണെങ്കിൽ, അതായത് നിങ്ങളുടെ മാത്സ് റീസണിംഗ് ഒക്കെ നല്ല വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെയിലി ഒരു 1 hour എങ്കിലും CSATന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഇനി ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്ത് ഞാൻ അഡോപ്റ്റ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ സബ്ജക്റ്റിനും ഞാൻ അറൌണ്ട് 500 ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ജോഗ്രഫി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 500+ ക്വസ്റ്റ്യൻസ്, മിനിമം 500 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ സബ്ജക്റ്റിന്റെയും സോൾവ് ചെയ്തിട്ടുണ്ട്. PYQs, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം കമ്പൈൻ ചെയ്ത് 500 ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 100% NCERT കവർ ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള നമ്മുടെ സിലബസ് അടിസ്ഥാനമായിട്ടുള്ള എല്ലാത്തിന്റെയും NCERT ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, സെൽഫ് നോട്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് എക്സാമിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. കുഞ്ഞു നോട്ട്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കിട്ടും, നമുക്ക് അറിയാത്തത്. അപ്പൊ ടെസ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയാത്ത ഇൻഫർമേഷൻസ് ഒക്കെ ചെറിയ നോട്ട്സുകളായിട്ട്, കുഞ്ഞു നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വയ്ക്കും. അത് അവസാന റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് നോട്ട്സുകളും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി. ഇനി ആൻജിയോണിന് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കോച്ചിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. UPSC പോലത്തെ ഉള്ള ഒരു എക്സാമിൽ നിങ്ങൾക്ക് അത്രയും
പേഴ്സണൽ അറ്റൻഷൻ തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ് ഒക്കെ അറിഞ്ഞിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മുടെ പ്രിലിംസിന് എത്ര ദിവസമാണോ ഉള്ളത് അത്രയും ദിവസത്തെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡെയിലി പ്ലാൻ നമ്മൾ ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെയിലി പ്ലാനിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, അത് ഏത് റിസോഴ്സ് നോക്കി പഠിക്കണം, എത്ര അവേഴ്സ് പഠിക്കണം, അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഓൾസോ. ആരും ഇതുവരെ അങ്ങനെ ഒരു രീതിയിൽ പ്രിപ്പറേഷനെ കൊണ്ടുപോയിട്ടില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, ടൈം മാനേജ്മെന്റ്, ഇതിനൊക്കെ ഈ ഒരു ഷെഡ്യൂൾ ഉപകരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഡെയിലി മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ഡെയിലി അൺലിമിറ്റഡ് മെന്റർഷിപ്പ് ആണുള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെന്ററിനെ സമീപിക്കാം. അത് മാത്രമല്ല മെന്റേഴ്സ് നിങ്ങളെ ഫ്രീക്വന്റ്ലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ടാസ്കുകൾ തന്നിട്ട് നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ കൺസിസ്റ്റൻസി ആൻഡ് ടൈം മാനേജ്മെന്റ് ഒരു പ്രോബ്ലം ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അതുകൂടാതെ തന്നെ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, PYQ സെഷൻസ്, ഇങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 100% എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആകുന്ന തരത്തിലാണ് നമ്മുടെ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്, നമ്മുടെ കോഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ 1-on-1 സെഷൻ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനും താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതുപോലെ ഓൾ ഫ്രീ മെറ്റീരിയൽസ്, ക്വിസസ്, ടെസ്റ്റ് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ചിൽഡ്രൻ, ബൈ ബൈ.